നമ്മുടെ കൂടെ ഇന്നുള്ളത് ഡിംപൽ ആയുർവേദ MKP ലിവർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ ഡോക്ടർമാരായ ഡോക്ടർ അംബിക റോയ് ആൻഡ് ഡോക്ടർ സച്ചിൻ റോയാണ്. നമസ്കാരം ഡോക്ടർ. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഹെയർ റിലേറ്റഡ് ഇഷ്യൂസ് ഏതൊക്കെയാണ്, ഇത് ഏതൊക്കെ കാരണങ്ങളോ ഉണ്ടായിരിക്കും നമുക്ക് വരുന്നത്, അതേപോലെ തന്നെ ആയുർവേദത്തിൽ ഇതിനൊക്കെ പരിഹാരമുണ്ട്? ആയുർവേദത്തിൽ നമ്മൾ കോമൺ ആയിട്ട് ഹെയർ ഫോൾ പറഞ്ഞാൽ സാധാരണ ഹെയർ ഫോൾ ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് ഹോർമോൺ റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ട്. ജെൻസിലും ലേഡീസിലും ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് കാണും, കാരണങ്ങളും വ്യത്യാസമാണ്. പക്ഷേ അലോപേഷ്യ എന്ന് പറയുന്ന കേസ് അത് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ആയിട്ടാണ് ഞങ്ങൾ ആയുർവേദത്തിൽ പറയുന്നത്. അത് വയസ്സോ മെയിലോ ഫീമെയിലോ ഒന്നും പ്രശ്നമില്ല, ഏജ് ഒരു പ്രശ്നം. ഇതിൽ ഏറ്റവും സിവിയർ ആയിട്ട് വരുന്ന ഒരു ഡിസീസാണ് അലോപേഷ്യ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ആയുർവേദത്തിൽ ഇതിന് കൃത്യമായ പരിഹാരമുണ്ടോ? ആക്ച്വലി നമ്മൾ അലോപേഷ്യ എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ടാണ് അലോപ്പതിയുടെ എക്സ്പ്ലനേഷൻ. അത് ഒരാൾക്ക് ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് വരണം. ഒരു വീട്ടിലെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കണം, അതിൽ കൂടുതലും ജങ്ക് ഫുഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാർക്കാണ് ഈ അലോപേഷ്യ ഇഷ്യൂസ്. അതിലാണ് കൂടുതൽ കാണുന്നത്. നമ്മൾ വെജിറ്റേറിയൻസിൽ വളരെ കുറവാണ് അലോപേഷ്യ. നമ്മളൊരു 1000 നോൺ വെജിറ്റേറിയൻസ് അലോപേഷ്യ ആയിട്ട് വരുമ്പോൾ ഒരു വെജിറ്റേറിയൻ പോലും അലോപേഷ്യ ആയിട്ട് വരാറില്ല. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ജങ്ക് ഫുഡ് ഹാബിറ്റ്സിലാണ് അതിൻ്റെ വിഷയം, നോൺ വെജ് ഫുഡ് ഹാബിറ്റ്സിലാണ്. അപ്പോൾ അതിൽ ഈ അലോപേഷ്യ തന്നെ നമ്മൾ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് അലോപേഷ്യ ഏരിയായിട്ടാന്ന് പറഞ്ഞിട്ട് റൗണ്ടിൽ പല സ്ഥലങ്ങളിലും താടിയിലോ തലയിലോ പാച്ച് ആയിട്ട് റൗണ്ട് പാച്ചസ് ആയിട്ട്. അതിൻ്റെ അഡ്വാൻസ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അഗ്രവേറ്റഡ് സ്റ്റേജാണ് തല മുഴുവൻ. അപ്പോൾ അവർ അലോപേഷ്യ ടോട്ടാലിസം, മുഖത്തും തലയിലും പുരികം കൈലാഷതൊക്കെ പോകുന്ന ഒരു സ്റ്റേജ്, തലയിലും മുടി കംപ്ലീറ്റ് അങ്ങനെ ഒരു സ്റ്റേജ്, അതിന് അലോപേഷ്യ ടോട്ടാലിസം പറയും. അപ്പോൾ അലോപേഷ്യ ഏരിയറ്റ ഫസ്റ്റ് സ്റ്റേജ്, അലോപേഷ്യ ഏരിയറ്റ കഴിഞ്ഞാൽ അലോപേഷ്യ ടോട്ടാലിസം, അപ്പോൾ തല മുഴുവൻ പോകും. അതിനുശേഷം ബോഡി മുഴുവൻ പോകുന്ന ഒരു സ്റ്റേജ്, അതിന് അലോപേഷ്യ യൂണിവേഴ്സൽ എന്നാണ്. അപ്പോൾ ഇത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് അവരെന്ത് ഹോർമോൺ ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്ത് സ്റ്റെറോയിഡ് ട്രീറ്റ്മെൻറ്റോ എടുത്താലും ഒരു ടൈംലി മാനേജ്മെൻറ്റ് നടക്കും. ഇത് ഈ എടുക്കുന്ന ഹോർമോണിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റെറോയിഡിൻ്റെ എഫക്റ്റ് കഴിയും അത് തിരിച്ചു വരും. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ വരുമ്പോൾ അത് അപ്പുറത്തെ സൈഡിൽ പോകും. അങ്ങനെയാണ് ഇപ്പോൾ പേഷ്യൻസിൽ കാണുന്നത്. ഈ സ്റ്റേജസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പേഷ്യൻസിന് വരാം. നമുക്ക് പേഷ്യൻസിന് അലോപേഷ്യ യൂണിവേഴ്സലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഏരിയാറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ടോട്ടാലിസം ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം കറക്റ്റ് ചെയ്യാണ് മെഡിക്കേഷൻ. അപ്പോൾ ആയുർവേദത്തിൻ്റെ ഹൈലൈറ്റ്സ് തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കറക്റ്റ് ആണെങ്കിൽ ഒരു ബാക്ടീരിയയും ഫംഗസും നമ്മുടെ ബോഡിയിൽ അസുഖങ്ങൾ ഉണ്ടാക്കില്ല. അപ്പോൾ അതാണ് ആയുർവേദത്തിൻ്റെ ഹൈലൈറ്റ്സ്. ഇതാരും വേറെ സിസ്റ്റത്തിലില്ല. ആക്ച്വലി ഇമ്മ്യൂണിറ്റി ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം എന്ന് അവർ പറയുമ്പോഴും അലോപ്പതി പറയുമ്പോഴും ഇമ്മ്യൂണിറ്റി കറക്റ്റ് ചെയ്യാൻ അവർ നോക്കില്ല. ഒരു സ്റ്റിറോയിഡ് ഇഞ്ചെക്ട് ചെയ്യുക അല്ലെങ്കിൽ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്ത് മാനേജ് ചെയ്യാൻ നോക്കും. അതിന് PRP എന്നൊക്കെ പറഞ്ഞ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ്. ഇതൊന്നും ആർക്കും 100% റിസൾട്ട്സ് ഇല്ലതാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് പേഷ്യൻസ് വരുന്നത്. ഇപ്പോൾ അലോപ്പതി മാനേജ്മെൻറ്റും ഹോമിയോപ്പതിയിലുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് റിസൾട്ട് ഇല്ലാണ്ട് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ആയുർവേദത്തിൻ്റെ പ്രിൻസിപ്പിളായ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ട്രീറ്റ്മെൻറ്റും ഉണ്ട്. നമ്മുടെ ബോഡിക്ക് അതിനെ ഈ ഫംഗസിനെ പുറത്താക്കാനുള്ള കഴിവ് കിട്ടും. അതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ബോഡി തിരിച്ചു വരും. അതിൻ്റെ ഇഷ്ടംപോലെ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് സക്സസ് ആയിട്ട് മാറിയ പേഷ്യൻസ് ഇഷ്ടംപോലെ. ഈ അലോപ്പതിയിലുള്ള PRP ട്രീറ്റ്മെന്റ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആൾക്കാർ ഇപ്പോൾ ഒരുപാട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ സക്സസ് റേറ്റ് എത്രയാണ്? ഇപ്പോൾ ആ ട്രീറ്റ്മെൻ്റ് ആണ് റൗണ്ട് ദ വേൾഡ് ചെയ്യുന്നത്. PRP നിന്ന് നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് എടുത്ത് ആ പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ഡെർമാറോൾ അതിൽ അഫക്റ്റഡ് ഏരിയയിൽ അവർ ഒരു ഇഞ്ചെക്ട് ചെയ്യണത്. നമ്മുടെ എന്താ പറയുക ഇൻസുലിൻ ഇഞ്ചെക്ഷൻ നീഡിൽസ് ആണ്, ആ ഒരു ടൈപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ചെയ്യുമ്പോൾ ആ ഏരിയയിൽ വരുമ്പോൾ അവിടെ അഫക്റ്റഡ് ഏരിയ ഫംഗസ് വേറെ ഏരിയയിലോട്ട്. അപ്പം പേഷ്യൻസിന് അത് ഒരു സ്ഥലത്ത് വരുമ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് പോകും. അപ്പോൾ അതുകൊണ്ടൊന്നും അത് ശാശ്വതമല്ല. നമ്മൾ അലോപേഷ്യ ഫംഗസിന് ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ടാണ് മാറുന്നത്. നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ട്രീറ്റ്മെൻ്റ് ആണ്. അങ്ങനൊരു അറ്റംപ്റ്റ് അവർക്കില്ല. ഇതിൽ സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ചെയ്യും. എവിടെയെങ്കിലും മുടി പോയാൽ അവരവിടെ ഡെർമാറോൾ വരയ്ക്കുമ്പോൾ അവിടെ മുടി വരും. പക്ഷേ അപ്പുറത്ത് ആ പേഷ്യൻറ്റ് പോകും. അങ്ങനെയുള്ള പേഷ്യൻസാണ് നമ്മുടെ അടുത്ത് വരുന്നത്. അപ്പോൾ അവർക്ക് ഒരു 100% റിസൾട്ട് കിട്ടാത്തതാണ് പേഷ്യൻസ് വരുന്നത്. എന്തെങ്കിലും ഡെർമറ്റോളജിസ്റ്റ് വേറെ ഇഷ്യൂ ആയിട്ട് നമ്മുടെ പേഷ്യൻസ് ഉണ്ട്. ഈ അലോപേഷ്യക്ക് ഏജ് ബാരിയേഴ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇന്ന പ്രായക്കാർക്കാണ് കൂടുതൽ വരുന്നത്, അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയൊന്നുമില്ല. അലോപേഷ്യ 1 വയസ്സുള്ള കൊച്ചിനും അവർ 80 വയസ്സുള്ള അപ്പനും
അത് ജെൻസും ലേഡീസും എല്ലാവർക്കും വരാം. പക്ഷേ ഇത് ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ആണെന്ന് അലോപ്പതി പറയുന്നുണ്ട്. പക്ഷേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അവർക്കില്ല. അതാണ് അവരുടെ ഫെയിലിയർ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു സക്സസ് റേറ്റും വളരെ അതേപോലെ അതിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. 100% അല്ല എന്തായാലും അവർ അങ്ങനെ ഓഫർ ചെയ്യാറില്ല. പക്ഷെ ഞങ്ങൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യും. ആയുർവേദിക് മെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് അസുഖങ്ങൾ മാറ്റും. ഇപ്പോൾ പനിയാണെങ്കിലും നമ്മൾ പനിക്കാണെങ്കിൽ പോലും നമ്മൾ ഇമ്മ്യൂണിറ്റി കൂട്ടിയിട്ടാണ് പനി മാറുന്നത്. അല്ലാണ്ട് പനിയുടെ ചിക്കൻ കുനിയാണോ അങ്ങനെ നോക്കിയിട്ടല്ല. അതിൻ്റെ ഓരോ അതിൽ സ്ട്രെങ്ത്, മെഡിസിൻ്റെ സ്ട്രെങ്ത്, ഡിഫറെൻറ്റ് സ്ട്രെങ്ത്തിലുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ അലോപേഷ്യയിൽ ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും നമ്മൾ അതനുസരിച്ച് ഡോസേജിൽ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ഫോളിക്കിളിൽ നിന്നും തിരിച്ചു മുടി വരും. ഡോക്ടർ, അലോപേഷ്യ ഈ ഒരു ഫംഗസ് കാരണം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്? ഹെറിഡിറ്ററി ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ്? അലോപേഷ്യയുടെ നമ്മൾ ഫംഗസ് ആണെന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ ഫുഡിൽ കൂടി തന്നെയാണ് ആദ്യം. അപ്പോൾ നമ്മുടെ ഫുഡിൽ ഒരു ഫംഗസോ ബാക്ടീരിയ ഒക്കെ നമ്മുടെ ഫുഡിൽ കൂടി ചെല്ലുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലെ ആസിഡ് പവർ അത് നശിക്കണം. അത് നശിക്കാത്തവർക്കാണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ഉള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരേ ആൾക്കാർ ഒരേ ഫുഡ് കഴിക്കണം, ഒരാൾക്ക് അലോപേഷ്യ ഉണ്ടാവും. കാര്യം ആ വ്യക്തിക്ക്, ആ പേഷ്യൻറ്റിനാണ് ഇമ്മ്യൂണിറ്റി പ്രോബ്ലം ഉള്ളത്. ബാക്കി വീട്ടിലെല്ലാ മെമ്പേഴ്സിനും ഇമ്മ്യൂണിറ്റി ഉണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് അപ്പോൾ അവരുടെ സ്റ്റൊമക്കിൽ ചിലപ്പോൾ ഈ ഫംഗസ് ക്ലിയർ ചെയ്യും. അതുകൊണ്ടാണ് അവർക്ക് വരാത്തത്. ഈ ഫംഗസ് നമ്മുടെ ഫുഡിൽ കൂടി അകത്ത് ചെന്ന് ബോഡിയിൽ അബ്സോർബായി ഏത് സ്കിന്നിൽ ഏത് പാർട്ടിലും കൂടി പുറത്ത് വരണം, ആ ഏരിയ ഡ്രൈ ആവും. ആ ഏരിയ ഡ്രൈ ആകുമ്പോൾ അടുത്ത് മുടി പോകും. അങ്ങനെ ഓൾ ബോഡി സ്കിൻ ഡ്രൈ ആയാൽ ഓൾ ബോഡി പോകും. അപ്പോൾ അവർ യൂണിവേഴ്സൽ അലോപേഷ്യ ആ കാറ്റഗറിയിൽ വരും. ടോട്ടാലിസ് എന്ന് പറഞ്ഞാൽ തല മുഴുവനാണ് ആദ്യം ഡ്രൈ ആവണമെങ്കിൽ അലോപേഷ്യ ടോട്ടാലിസ് എന്ന് പറയുന്നത്. തലയിൽ റൗണ്ട് പാച്ചസ് ആണെങ്കിൽ ഏരിയായിട്ടാണ് അലോപേഷ്യ ഏരിയായിട്ടാണ്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ അനുസരിച്ച് ഈ പ്രശ്നം ഓരോ ബോഡിയിലും കാണും. ആക്ച്വലി ഇത് ഫുഡിൽ തന്നെയാണ്, ഫുഡിൽ കൂടി കയറുമ്പോഴാണ്. അതുകൊണ്ട് അതിന് അവർ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത്. ആ ഇമ്മ്യൂണിറ്റി കൊണ്ടുവരാൻ നോക്കാണ്ട് അവർ നമ്മുടെ ബ്ലഡ് എടുത്തിട്ട് അതിൽ നിന്ന് പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാക്കി എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ പ്ലേറ്റ്ലെറ്റ്സ് ഡെർമാറോൾ വെച്ച് ആ അഫക്റ്റഡ് ഏരിയയിൽ വരയ്ക്കണം. അപ്പം ഇത് ചെയ്യുമ്പോഴും നമുക്ക് ചോദിക്കാനുള്ള ഈ അഫക്റ്റഡ് ഏരിയയിൽ നമ്മുടെ ബ്ലഡ് ഇല്ല ഉണ്ടല്ലോ. അപ്പം നമ്മുടെ ബോഡിയിൽ ആ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ എഫക്റ്റ് കിട്ടേണ്ടതാണ്. അപ്പം അത് കിട്ടാത്തതുകൊണ്ട് ഇമ്മ്യൂണിറ്റി കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ കിട്ടാത്തത്. അപ്പോൾ ഇവർ ബ്ലഡിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് അവിടെ ചെയ്യുമ്പോൾ ഈ ഫംഗസ് അവിടെ നിന്ന് ഇൻറ്റീരിയറിലേക്ക് വലിഞ്ഞിട്ട് വേറെ എവിടെയെങ്കിലും പോയി വേറെ ഏതെങ്കിലും അടുത്ത ഏരിയയിൽ പോകും. അങ്ങനെയാണ് ഇപ്പോൾ പേഷ്യൻസിൽ കാണുന്നത്. അതുകൊണ്ടാണ് അതിന് സക്സസ് റേറ്റ് 100% അല്ല എന്ന് പറയുന്നത്. ഞങ്ങളുടെ ഈ ട്രീറ്റ്മെൻറ്റ് 100% ആണ്. അതിന് ഏജ് പോലും പ്രശ്നമില്ല. 1 വയസ്സുള്ള കൊച്ചിനുണ്ടാവും, വയസ്സായവർക്കും ഉണ്ടാവും. പക്ഷെ നമ്മൾ ആ 2 പേര് ബോഡിയിലും ഇമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് നമ്മളത് കറക്റ്റ് ചെയ്യും. ഡോക്ടർ, ഈ നോർമൽ ഹെയർ ഫാൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ നോർമൽ ഹെയർ ഫാൾ ഒരാളുടെ ലൈഫ് സ്പാൻ എടുത്താൽ അയാൾക്ക് 5ാം ക്ലാസ്സോ 10ാം ക്ലാസ്സോ പഠിക്കുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ആർക്കും ഹെയർ ഫോൾ ഇഷ്യൂസ് ഇല്ല, നോർമൽ ഹെയർ ഫോൾ ഇല്ല അല്ലേ. അതിനുശേഷം എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് ഈ മുടി വളർത്തുന്ന ഹോർമോൺ ആ ടൈമിൽ ഈ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺ അത് നമുക്ക് മെച്യൂരിറ്റി വരുമ്പോഴാണ്, എന്ന് വെച്ചാൽ ഓവർ പ്രൊഡക്ഷൻ സെമൻ പ്രൊഡക്ഷൻ തുടങ്ങുമ്പോൾ ഈ ഹോർമോണിന് സെക്കൻഡ് ഫങ്ഷനായി ബോഡിയിൽ. അതുകൊണ്ട് ആ ഒരു വർക്കിലോട് വരുന്ന ഏജിലാണ് നമുക്ക് ഹെയർ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു ഡിഗ്രി സ്റ്റേജിൽ അല്ലേ. ഇത് കഴിഞ്ഞ് ഈ സെയിം ഹോർമോണിൻ്റെ തേർഡ് ഫങ്ഷനാണ് നമ്മൾ സെക്സ്. അപ്പോൾ അത് കൂടുതലായിട്ട് ജെൻസിനാണ് കൂടുതലായിട്ട് ബൾനെസ് വരുന്നത്, ഹെയർ ഇഷ്യൂസ് വരുന്നത്. ലേഡീസിൽ വളരെ കുറവ്. അതിൻ്റെ റീസൺ തന്നെ അതിൻ്റെ യൂസേജാണ്, ഹോർമോൺ യൂസേജ് ഇതാണ്. ജെൻസ് കൂടുതൽ ഈ ഹോർമോൺ ലൈഫ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും മാരേജ് കഴിഞ്ഞ സെക്സിന് യൂസ് ചെയ്താൽ അവരുടെ ബോഡിയിലോട്ട് ഈ തലയിലെ മുടിയുടെ സ്ട്രെങ്ത് ബോഡി ഹെയറിൽ കാണാൻ പറ്റും. പക്ഷേ തലയിലെ മുടിയുടെ സ്ട്രെങ്ത് കുറയും. അപ്പോൾ ഈ സെമൻ എന്ന് പറഞ്ഞത് പ്രോട്ടീൻ ആയതുകൊണ്ട് ലേഡീസ് എല്ലാം തടി വയ്ക്കും, ഒബേസിറ്റി അവർക്ക് വരും. അപ്പോൾ അതിനൊരു 10-15-25 കൊല്ലം എടുക്കും. മാരേജ് കഴിഞ്ഞാൽ 15-25 കൊല്ലം നോക്കിയാൽ കല്യാണ സമയത്ത് ഫീമെയിലെല്ലാം ഭയങ്കര ലീനായിട്ടിരിക്കും, ജെൻസ് എല്ലാം മുടിയൊക്കെ ആയിട്ടുള്ള ഒരു 70-80% ആൾക്കാർക്കും തലയിൽ മുടിയിരിക്കും. അതൊരു 25-30 ഇയേഴ്സ് എടുക്കുമ്പോൾ അവരുടെ തലയിലെ മുടിയുടെ സ്ട്രെങ്ത് കുറയും, ലേഡീസ് എല്ലാം തടി വയ്ക്കും, റിസൾട്ടായിട്ട് 2-3 കുട്ടികൾ കൊടുക്കും. ഇതാണ് ലൈഫ്. അപ്പോൾ ലൈഫിൽ ഹോർമോൺ തലയിൽ കുറയുമ്പോൾ മുടീനെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ അല്ലെങ്കിൽ അതിന് കാരണമാണ് ഹോർമോൺ ആ തലയിൽ കിട്ടാണ്ടാവും, ബോഡിയിലോട്ട് പോകുന്നത് കൊണ്ടാണ് ജെൻസിൻ്റെ മുടിയുടെ സ്ട്രെങ്ത് കുറയുന്നത് തലയിൽ. ഡോക്ടർ, നമുക്കിപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന ലിവറിനെ ബാധിക്കുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? ലിവറിലിപ്പം സാധാരണ പറയുമ്പം ഏറ്റവും ചെറിയ പ്രശ്നം ഫാറ്റി ലിവർ എന്ന് പറഞ്ഞൊരു വിഷയം.
അത് ലിവറിൽ ഫാറ്റ് ഇമ്പ്യൂരിറ്റീസ് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണ്. അത് കൂടാണ്ട് ഒരു അസുഖങ്ങൾ സെക്കൻഡ് ഗ്രൂപ്പ് പറയുമ്പോൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് വെച്ചാൽ മഞ്ഞപ്പിത്തം. അത് ABCE എന്നൊക്കെ വൈറസ് കൊണ്ട് ബാധിക്കും. മൂന്നാമത്തെ കാറ്റഗറി ക്രോണിക് ലിവർ ഡിസീസ്. ക്രോണിക് ലിവർ ഡിസീസിൽ ലിവർ സിറോസിസ് ഉണ്ട്, ലിവർ ക്യാൻസർ ഉണ്ട്, ലിവറിൽ ബ്ലഡ് ക്ലോട്ട്സ് വന്നിട്ട് ഹെമാൻജിയോമ എന്നൊക്കെ പറഞ്ഞ കാറ്റഗറി ഉണ്ട്. പക്ഷേ ഈ സാധാരണ ഈ ഒരു 3 കാറ്റഗറിയിലാണ് നമ്മൾ ലിവർ ഡിസീസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. നമുക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന അസുഖം എന്താണ്? അത് എന്ത് കാരണങ്ങളുണ്ടായിരിക്കും വരുന്നത്? ഫാറ്റി ലിവർ ആക്ച്വലി നമ്മുടെ ജീവിത രീതി കൊണ്ട് വരുന്നൊരു ഫുഡ് ഹാബിറ്റ്സിൽ വരുന്നൊരു പ്രോബ്ലം. അത് കൂടുതലായിട്ടും ജങ്ക് ഫുഡ് കാറ്റഗറിയിൽ നമ്മൾ ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ ടു മച്ച് ഓയിലി ഫ്രൈഡ് ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നോൺ വെജ് കൂടുതൽ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നെയ്യ് കൂടുതൽ ചേർന്ന ഭക്ഷണം വെജിറ്റേറിയൻ ആകുമ്പോൾ കൂടുതൽ നെയ്യ് ചേർന്നതും ഫ്രൈ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ലിവർ സെൽസിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലിവർ സെൽസ് ബ്ലോക്ക് ആവും. അത് ഫാറ്റി ലിവർ എന്ന് നമ്മൾ വിളിക്കും. അതിന് തന്നെ ഫോർ സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ, ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, ഫോർത്ത് ഗ്രേഡ്. അത് കഴിഞ്ഞിട്ടാണ് അത് സിറോസിസ്. ഇതിനെ പറയുന്ന ടൈം ഗ്യാപ്പിൽ തന്നെ ഡ്യൂറേഷൻ ഒരു ഫാറ്റി ലിവർ ക്രോണിക് ലിവർ ഡിസീസിൽ എത്തുന്നത് മിനിമം 15 to 25 years ഉണ്ട്. അത് കുറയ്ക്കാം ആളുടെ ജീവിത രീതി കൊണ്ട്. നമ്മളിപ്പോൾ കൂടുതൽ ആൽക്കഹോൾ കഴിക്കുന്ന ആൾ അതിൻ്റെ കൂടെ ഫ്രൈ കഴിക്കുമ്പോൾ ടൈംലി ഫുഡ് അങ്ങനെ കുറേ ഇഷ്യൂസ് കൊണ്ട് ഇത് വേണമെങ്കിൽ ഫാറ്റി ലിവറിനെ ഡ്യൂ ടു ക്രോണിക് ലിവർ ഡിസീസിന് കുറച്ച് ഒരു സമയം കൊണ്ട് വേണമെങ്കിൽ വരാം. ഡോക്ടർ, ലിവറിനെ ബാധിക്കുന്ന മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന അസുഖം എങ്ങനെ വരുന്നതാണ്? ആക്ച്വലി നമ്മൾ ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത് വൈറസ് കൊണ്ട് വരുന്ന ഒരു അസുഖം. നമ്മുടെ ബോഡിയിൽ പല അൺഹൈജീനിക് ഇഷ്യൂലോ അല്ലെങ്കിൽ ത്രൂ ബ്ലഡോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലോ അല്ലെങ്കിൽ ഇഞ്ചക്ഷനിൽ ഇതിലെ കൂടി വൈറസുകൾ, ഡിഫറെൻറ്റ് വൈറസുകൾ. ഈ വൈറസാണ് സാധാ മഞ്ഞപ്പിത്തം, നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് കുറച്ച് ക്രോണിക് പ്രഷർ ഉണ്ടാക്കാൻ പറ്റിയ ഹെപ്പറ്റൈറ്റിസ് E, B, C, F അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതൊക്കെ ക്രോണിക് ലിവർ ഡിസീസ്, ലിവർ ക്യാൻസറോ സിറോസിസോ ഒക്കെ വരുത്താൻ പറ്റിയ അതാണ്. ഇതിനെല്ലാത്തിനും ശാശ്വത പരിഹാരം നമ്മുടെ ആയുർവേദത്തിലുണ്ട്. ഡോക്ടർ, ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? ക്രോണിക് ലിവർ ഡിസീസിൽ ലിവറിനെ മാരകമായിട്ട് ബാധിക്കുന്ന സാഹചര്യങ്ങളുണ്ട് അസുഖങ്ങളെയാണ് ക്രോണിക് ലിവർ ഡിസീസ് എന്ന് പറയുക. അത് ലിവർ സിറോസിസ് ഉണ്ട്, ലിവർ ക്യാൻസർ ഉണ്ട്, ഹെമാൻജിയോമ. ലിവർ സിറോസിസ് അത് വൈറൽ റിലേറ്റഡ് പ്രശ്നം വരാം, ലിവർ ക്യാൻസറും വൈറൽ റിലേറ്റഡ് വരാം, ട്യൂമർ ആൻറ്റിജൻസും ഉണ്ട് പ്രോബ്ലം വരാം. അപ്പോൾ നമ്മുടെ അടുത്തൊരു ക്രോണിക് ലിവർ ഡിസീസ് വരുന്നത് തന്നെ അലോപ്പതിയിൽ മാക്സിമം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അലോപ്പതി പേഷ്യൻ്റെ അടുത്ത് ഇനി രക്ഷയില്ല, നിങ്ങൾ ലിവർ മാറ്റി വയ്ക്കും എന്ന് പറയുമ്പോഴായിരിക്കും വരിക. ഈ വരുന്ന സ്റ്റേജിൽ നമ്മളൊരു ഇൻവെസ്റ്റിഗേഷൻ ഡീറ്റെയിൽസിൽ നോക്കുമ്പോൾ ഈ അലോപ്പതി ഇൻവെസ്റ്റിഗേഷനിലൊന്നും അവരുടെ ട്യൂമർ ആൻറ്റിജൻ ടെസ്റ്റുകളൊന്നും കംപ്ലീറ്റ് അല്ല. ചിലപ്പോൾ 1-2 ചെയ്തിട്ടുണ്ടാവും, പക്ഷെ കംപ്ലീറ്റ് ലെവലിൽ അവർ ചെയ്യാറില്ല. ഈവൻ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണില്ല. നമ്മളൊരു ലിവർ ഡിസീസിൽ വൈറ്റമിൻ ഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം വൈറ്റമിൻ ഡി സൺലൈറ്റിൽ നിന്ന് അബ്സോർബ് ചെയ്തിട്ടാണ് ലിവർ വർക്ക് ചെയ്യുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മഞ്ഞ കളറാണെങ്കിൽ നമ്മൾ സൺലൈറ്റ് കാണിച്ചിട്ട് വൈറ്റമിൻ ഡി കയറ്റി കൊച്ചിൻ്റെ ലിവർ വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ട്യൂമർ അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വൈറ്റമിൻ ഡി കുറവ് മിക്കവാറും പേഷ്യൻസിൽ ഒരു 80-90% പേഷ്യൻസിൽ വൈറ്റമിൻ ഡി കുറവാണ്. വൈറ്റമിൻ ഡി ഇല്ലാതെ എങ്ങനെ ലിവർ വർക്ക് ചെയ്യും? ഇനി ലിവറും കിഡ്നിയൊക്കെയാണ് നമ്മുടെ ട്യൂമർ ആൻറ്റിജൻസിൻ്റെ സ്ട്രെങ്ത് കൺട്രോൾ ചെയ്യുന്നത്. ട്യൂമർ ആൻറ്റിജൻസ് ഒക്കെ എല്ലാ ബോഡിയിലും ഉണ്ട്. അപ്പോൾ ഈ ട്യൂമർ ആൻറ്റിജൻസിന്റെ സ്ട്രെങ്ത് അത് കൂടി ഏതെങ്കിലും ഒരു വീക്ക് ലിംഫിൽ പോയി ഡെപ്പോസിറ്റ് ഈ ആൻറ്റിജൻസ് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഒരു ഗ്രോത്ത് വരുമ്പോഴാണ് നമ്മളതിനെ അവിടുത്തെ ട്യൂമർ അല്ലെങ്കിൽ ക്യാൻസർ എന്ന് പറയും. അപ്പൊ ലിവറിൽ ഒരു പ്രോബ്ലം ഉണ്ടാവും. അപ്പൊ നോൺ ആൽക്കഹോളിക് സിറോസിസ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി അലോപ്പതി പറയും. അപ്പൊ ആ നോൺ ആൽക്കഹോളിക്സ് അല്ല അതിന്റെ പ്രൊഫഷൻ. അപ്പൊ ട്യൂമർ ആൻറ്റിജൻസ് ആണ് അതിന്റെ പ്രോബ്ലം. അപ്പൊ അവരെന്താ ചെക്ക് ചെയ്യാതെ? അത് ചെക്ക് ചെയ്യാറ്. നമ്മളത് ചെക്ക് ചെയ്തിട്ട് മെഡിസിൻ കഴിക്കുമ്പോൾ ഈ നോൺ ആൽക്കഹോളിക് സിറോസിസ് അല്ലെങ്കിൽ ലിവർ ഡാമേജ് ഒക്കെ നോർമലായി എന്ന് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ് പറയുന്നത്. അവരുടെ സ്കാനിങ്ങിൽ എന്ന് പറഞ്ഞാൽ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നത് ബോഡിയിലുള്ള ഡാമേജ് ആണ്. ഒരു സ്കാനിൽ അത് അൾട്രാസൗണ്ട് ആയാലും CT ആയാലും MRI ആണെങ്കിലും PET സ്കാൻ ആണെങ്കിലും ബോഡിയിൽ എവിടെയൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് അറിയാൻ പറ്റും. എന്തുകൊണ്ട് പ്രോബ്ലം വന്നു എന്നറിയാനുള്ള സിമ്പിൾ ടെസ്റ്റാണ് ട്യൂമർ മാർക്കേഴ്സ്. അത് അലോപ്പതി ചെയ്യുന്നില്ല, US-ലും ചെയ്യണം. എനിക്ക് US നിന്ന് പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ US നിന്ന് തന്നെ പേഷ്യൻസിനെ നമ്മൾ ട്യൂമർ ആൻറ്റിജൻസ് ചെക്ക് ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ട് കാണും. അപ്പോൾ നമ്മൾ ആ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഈ ട്യൂമർ ആൻറ്റിജൻസ് നോർമലൈസ് ചെയ്യുമ്പോൾ ലിവർ ക്യാൻസർ മാറി എന്നാണ് നമുക്ക് റിസൾട്ട്. അപ്പോൾ അതാണ് അതിൻ്റെ
നമ്മുടെ ആയുർവേദ ട്രീറ്റ്മെന്റിന്റെയും ആയുർവേദ മെഡിസിന്റെയും ഒരു ഇമ്പോർട്ടൻസ് അറിയാം. അലോപ്പതി രക്ഷയില്ല എന്ന് പറയണം. ഇപ്പോൾ 5-10 കൊല്ലം അവർ ട്രീറ്റ് ചെയ്ത് മാനേജ് ചെയ്തിട്ട് ഇനി രക്ഷയില്ല, നിങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തിയാലേ ജീവിക്കൂ എന്ന് പറയുമ്പോൾ വന്ന പേഷ്യൻസിന് നമ്മൾ ആയുർവേദിക് മെഡിസിൻ കൊടുത്ത് അവരുടെ ഇമ്മ്യൂണിറ്റി കൂട്ടി ഈ പറഞ്ഞ ട്യൂമർ ആന്റിജൻസ് ഒക്കെ കറക്റ്റ് ചെയ്ത് വിത്തിൻ റേഞ്ചിൽ വരുമ്പോൾ അലോപ്പതി ഇൻവെസ്റ്റിഗേഷൻ പറയും ലിവർ നോർമലായി. അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ടാണ് നമ്മൾ ലിവർ സ്പെഷ്യാലിറ്റി ക്ലിനിക് തന്നെ പറഞ്ഞേക്കുന്നത് ആയുർവേദം.